ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇതിൽ നോക്കുന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ നിന്നുള്ള ബയോളജിയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ശരിയായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, മൈറ്റോകോൺട്രിയ ഊർജ്ജ നിലയം, അതായത് കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. 2, റൈബോസോം മാംസ്യ നിർമ്മാണശാല എന്നറിയപ്പെടുന്നുണ്ട്. 3, ലൈസോസൈം ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നു. 4, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശ സഞ്ചാര പാതയാണ്. അപ്പോൾ ഈ 4 ജോഡികളിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാണ് ഇതിൽ ശരിയായ ജോഡികൾ എന്ന് പറയുന്നത്? ഒന്ന്, മൈറ്റോകോൺട്രിയ എന്താ അറിയപ്പെടുന്നത്? ഊർജ്ജ നിലയം തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലേ? ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയാണ്. മാംസ്യ നിർമ്മാണശാലയാണ് ഏത്? റൈബോസോം. ലൈസോസൈം ഏത്? ആത്മഹത്യാ സഞ്ചികൾ തന്നെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഏത്? കോശത്തിലെ സഞ്ചാരപാത എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെന്താണ്? 4 പ്രസ്താവനകളും 4 ജോഡികളും ശരിയായ ജോഡികൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്? ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാ? ടോണോപ്ലാസ്റ്റ് ആണ് അല്ലേ? ടോണോപ്ലാസ്റ്റ് ആണ് ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം. 3, പഴങ്ങൾ പാകമാകുമ്പോൾ നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് എന്താണ്? പഴങ്ങൾ പാകമാകുന്ന സമയത്ത് അതിൻ്റെ നിറത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണം എന്താണ്? എന്താ? ഹരിതകണം വർണ്ണകണമായിട്ട് മാറുന്നതാണ്. ഹരിതകണം വർണ്ണകണമായിട്ട് മാറുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പഴങ്ങൾക്ക് നിറങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. നാലാമത്തെ ചോദ്യം: ജൈവഗണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ജൈവഗണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: 1, ജൈവഗണങ്ങൾ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. 2, ഹരിതകം അടങ്ങിയിട്ടുള്ള ജൈവഗണമാണ് ഹരിതകണം. ഹരിതകം അടങ്ങിയിട്ടുള്ള ജൈവഗണമാണ് ഹരിതകണം. മൂന്നാമത്തത്, ഇല, പൂക്കൾ എന്നിവക്ക് പർപ്പിൾ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് സാന്തോഫിന്. 4, ചുവന്ന ചീരയുടെ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിനാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകൾ ജൈവഗണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ? 1, ജൈവഗണങ്ങൾ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ശരിയാണ്. ഹരിതകം അടങ്ങിയിട്ടുള്ള ജൈവഗണമാണ് ഇത്? ഹരിതകണം എന്ന് പറയുന്നത്. ഇല, പൂക്കൾ എന്നിവക്ക് പർപ്പിൾ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് സാന്തോഫിൻ. തെറ്റാണ് അല്ലേ? തെറ്റാണ്. 4, ചുവന്ന ചീരയുടെ ചുവപ്പ് നിറത്തിന് കാരണം എന്താ? ആന്തോസയാനിനാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1, 2, 4 ഏത്? ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? ഇല, പൂക്കൾ ഇവകൾക്ക് പർപ്പിൾ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? അതും ആന്തോസയാനിൻ തന്നെയാണ് കേട്ടോ. ആന്തോസയാനിൻ തന്നെയാണ് ഏത് നൽകുന്നത്? ചുവപ്പും പർപ്പിളൊക്കെ നൽകുന്നത് ആന്തോസയാനിനാണ്. സാന്തോഫിൽ നൽകുന്ന നിറം മഞ്ഞ നിറമാണ് കേട്ടോ. സാന്തോഫിന് ഏതാ? മഞ്ഞ നിറം. കരോട്ടിനാണെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ്. ആന്തോസയാനിനാണെങ്കിലോ അത് ചുവപ്പ്, പർപ്പിൾ നിറങ്ങളൊക്കെ നൽകുന്നത് ആന്തോസയാനിനാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? 1, 2, 4 ഓപ്ഷൻ ബി ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം: ചുവടെ തന്നിരിക്കുന്നതിൽ ജന്തുക്കളിൽ കാണപ്പെടാത്ത കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? ജന്തുക്കളിൽ കാണപ്പെടാത്ത കോശാംഗങ്ങൾ: 1, ലൈസോസോമുണ്ട്, ഫേനമുണ്ട്, സെൻട്രോസോമുണ്ട്, ജൈവകണമുണ്ട്. ഇതിൽ ജന്തുക്കളിൽ കാണപ്പെടാത്ത കോശാംഗങ്ങൾ ഏതാ? ജൈവകണം മാത്രമാണ് അല്ലേ? ജൈവകണം മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ജൈവകണം മാത്രമാണ് ഏത്? ജന്തുക്കളിൽ കാണപ്പെടാത്ത കോശാംഗം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം: ചുവടെ തന്നിരിക്കുന്നതിൽ ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്നത് ഏതൊക്കെയാ? ജന്തുക്കളിൽ മാത്രം ഫേനം 2ലും കാണപ്പെടുന്നുണ്ട്, റൈബോസോം 2ലും കാണപ്പെടുന്നുണ്ട്. ലൈസോസോമും സെൻട്രോസോമും ഏതിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? ജന്തുക്കളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അല്ലേ? അപ്പോൾ 3, 4 എന്നതാണ് ആൻസർ. അപ്പോൾ ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഏതൊക്കെ? ലൈസോസോമും സെൻട്രോസോമും. ഇനി ഏഴാമത്തെ ചോദ്യം: തന്നിരിക്കുന്നതിൽ മർമ്മഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. മർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: റൈബോസോമുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് മർമ്മകം. 2, മർമ്മകം ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. 3, മർമ്മത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് മർമ്മരന്ധ്രം. 4, മർമ്മദ്രവ്യത്തിൽ DNA കാണപ്പെടുന്ന ഘടകമാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഇതിൽ
മർമ്മങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏതാ മർമ്മഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന? ഒന്നാമത്തത് റൈബോസോമുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് മർമ്മകം. ശരിയാണോ? ശരിയാണ്. 2, മർമ്മകം ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ശരിയാണോ? തെറ്റാണ് അല്ലേ. മർമ്മകം ഏതാകൃതിയിലാണ് കാണപ്പെടുന്നത്? ഗോളാകൃതിയിലാണ് കാണുന്നത് അല്ലേ. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിലെ ഭാഗമാണ് ഇത് മർമ്മകം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് മർമ്മത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് മർമ്മരന്ധ്രം. ആണോ? അല്ലല്ലേ. എന്താ മർമ്മരന്ധ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് തെറ്റാണ്. എന്താ മർമ്മരന്ധ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ് ഇത് മർമ്മരന്ധ്രം എന്ന് പറയുന്നത് അല്ലേ. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ് ഇത് മർമ്മരന്ധ്രം. എന്നാൽ മർമ്മദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ഇത് മർമ്മദ്രവ്യം. മർമ്മദ്രവ്യം എന്താ? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ഇത് മർമ്മദ്രവ്യം. ഇനി നാലാമത്തെ പ്രസ്താവന, മർമ്മദ്രവ്യത്തിൽ DNA കാണപ്പെടുന്ന ഘടകമാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊമാറ്റിൻ ജാലിക. അപ്പോൾ അതെന്താ? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അതായത് ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന കോശഭാഗമാണ് ഇത് ക്രൊമാറ്റിൻ ജാലിക. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയുള്ളത്? 1ഉം 4ഉം മാത്രമേ എന്തുള്ളൂ ശരിയായ പ്രസ്താവനകളുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി എട്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ പ്രോകാരിയോട്ടുകൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? പ്രോകാരിയോട്ടുകൾ മൈക്കോപ്ലാസ്മയുണ്ട്, സയനോബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇതിൽ ഏതാണ് പ്രോകാരിയോട്ടുകൾ ഉദാഹരണം? ഏതൊക്കെയാണ് പ്രോകാരിയോട്ടുകൾ? സയനോബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, മൈക്കോപ്ലാസ്മ ഉണ്ട്. ഇവയൊക്കെ എന്താണ് നമ്മുടെ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. ഇനി കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏതാ? കോശമർമ്മമാണ് അല്ലേ. കോശമർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. 10, ഗോൾഗി കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഗോൾഗി കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. 1, കോശസ്രവങ്ങളെ ചെറുസ്തരങ്ങളിലാക്കുന്നു. 2, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. 3, കോശത്തിൻ്റെ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നു. 4, ഗ്രന്ഥി കോശത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനയിൽ ഗോൾഗി കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതാ നോക്കിയാലോ? കോശസ്രവങ്ങളെ ചെറുസ്തരങ്ങളിലാക്കുന്നു. ശരിയാണ്. 2, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. തെറ്റാണല്ലേ. ഏതാ ചെയ്യുന്നത്? ഫേനത്തിൻ്റെ ഒരു പരിപാടിയാണ് ഇത്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിക്കുക എന്ന് പറയുന്നത് അല്ലേ. പിന്നെ മൂന്നാമത്തത് കോശത്തിൻ്റെ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നുണ്ട്. ശരിയാണ്. അതുപോലെ ഗ്രന്ഥി കോശത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നതും ഏത് തന്നെയാണ്? ഗോൾഗി കോംപ്ലക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? 2 മാത്രമാണ് ഇത് തെറ്റായ പ്രസ്താവന. 12ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ജീവദ്രവ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ജീവദ്രവ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ജീവദ്രവ്യത്തിൽ ഉൾപ്പെടുന്നത് മർമ്മം, കോശദ്രവ്യം, കോശാംഗങ്ങളാണ് അല്ലേ. മർമ്മം, കോശദ്രവ്യം, കോശാംഗങ്ങൾ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. മർമ്മം, കോശദ്രവ്യം, കോശാംഗങ്ങൾ. 13, നിലവിലുള്ള കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപം കൊള്ളുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചതാരാണ്? നിലവിലുള്ള കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപീകൃതമാകൂ എന്ന് പ്രസ്താവിച്ചതാരാണ്? ആരാ? റുഡോൾഫ് വിർഷോയാണ് അല്ലേ. റുഡോൾഫ് വിർഷോ ആണ് എന്ത് പറഞ്ഞത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്തുള്ളൂ പുത്രികാ കോശങ്ങൾ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതാരാ? റുഡോൾഫ് വിർഷോയാണ്. 14ാമത്തെ ചോദ്യം, കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ശരിയായവ കണ്ടെത്തുക. 1, ആദ്യ നിർജീവ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. 2, 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തി. 3, 1838 തിയോഡർ ഷ്വാൻ സസ്യകോശം സിദ്ധാന്തം പ്രസ്താവിച്ചു. 4, 1839 MJ ശ്ലീഡൻ ജന്തുകോശ സിദ്ധാന്തം പ്രസ്താവിച്ചു. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? 4 പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്?
ഏതൊക്കെയാ ശരിയായ പ്രസ്താവനകൾ? ഒന്ന്, ആദ്യത്തെ നിർജീവ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്, ശരിയാണ്. 2, 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തി, ശരിയാണ്. 3, 1838 തിയോഡർ ഷ്വാൻ സസ്യകോശ സിദ്ധാന്തം പ്രസ്താവിച്ചു, തെറ്റാണ്. 4, 1839 MJ സ്ലിഡൻ ജന്തുകോശ സിദ്ധാന്തം പ്രസ്താവിച്ചു, അതും തെറ്റാണ്. എന്താ തെറ്റ് രണ്ടെണ്ണത്തിലും? മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? 1838 തന്നെയാണ് സസ്യകോശ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. പക്ഷെ ആരല്ല? തിയോഡർ ഷ്വാൻ അല്ല. ആരാ? MJ സ്ലീഡനാണ് കേട്ടോ. MJ സ്ലീഡനാണ്, തിയോഡർ ഷ്വാൻ അല്ല. ഇനി നാലാമത്തെ പ്രസ്താവന 1839 തന്നെയാണ് കോശ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. പക്ഷെ ആരല്ല? MJ സ്ലീഡനല്ല, അത് തിയോഡർ ഷ്വാനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും എന്താക്കിയതാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഏതൊക്കെ ഇതിൽ ശരിയായ പ്രസ്താവന ഉള്ളൂ? 1ഉം 2ഉം മാത്രമേ എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകളുള്ളൂ. അപ്പോൾ 1838 MJ സ്ലീഡനാണ് സസ്യകോശ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. 1839 തിയോഡർ ഷ്വാനാണ് ജന്തുകോശ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, ഐപീസ് വീക്ഷിക്കുന്ന സാമ്പിളിനെ വലുതായി വീക്ഷിക്കാൻ സഹായിക്കുന്നു. ഐപീസ് വീക്ഷിക്കുന്ന സാമ്പിളിനെ വലുതായിട്ട് വീക്ഷിക്കാൻ സഹായിക്കുന്നു. 2, ഒബ്ജക്റ്റീവ് ലെൻസ് വീക്ഷിക്കുന്ന സാമ്പിളിനെ വലുതായി കാണിക്കുന്നു. 3, മിറർ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് പ്രകാശം ക്രമീകരിക്കുന്നു. 4, സ്റ്റേജും ക്ലിപ്പും സാമ്പിളിനെ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൽ മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ ശരിയായ പ്രസ്താവനകൾ? ഒന്നാമത്തത്, ഐപീസ് വീക്ഷിക്കുന്ന സാമ്പിളിനെ എന്തിനാ? വലുതായിട്ട് വീക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് ഐപീസ്. അങ്ങനെ വലുതായിട്ട് വീക്ഷിക്കുന്ന സാമ്പിളിനെ വലുതായി കാണിക്കാൻ ഏതാ? ഒബ്ജക്റ്റീവ് ലെൻസാണ്. അപ്പോൾ അത് ശരിയാണ്. 2, മിറർ എന്താ ചെയ്യുന്നത്? പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് പ്രകാശം ക്രമീകരിക്കുന്നുണ്ട്, ശരിയാണ്. സ്റ്റേജും ക്ലിപ്പും എന്താണ്? സ്റ്റേജും ക്ലിപ്പും സാമ്പിളിനെ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പം 4 പ്രസ്താവനകൾ എന്താ? ശരിയായ പ്രസ്താവനകളാണ്. ഇനി 16ാമത്തെ ചോദ്യം, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏതാ? മർമ്മമാണ് അല്ലേ? മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. 17, രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗം ഏതാണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗം ഏതാ? ഗോൾഗി കോംപ്ലക്സ് ആണല്ലേ, ഗോൾഗി കോംപ്ലക്സ് ആണ്. 18, ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാ? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാ? ഫേനമാണ്. ഓപ്ഷൻ ഡി, ഫേനം. 19, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാ? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാ? ഫേനമാണ്. ഓപ്ഷൻ സി, ഫേനമാണ്. 20, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാ? റൈബോസോമാണ്. 21, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികുടം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. 22, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം ഏതാണ്? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം ഏതാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്നത് ഏതാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. 23, കോശത്തിനുള്ളിലെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താണ്? കോശത്തിനുള്ളിലെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് തന്നെയാണ്. 24, ഊർജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നീ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഊർജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഏതാ? മൈറ്റോകോൺട്രിയോൺ ആണ് കേട്ടോ, മൈറ്റോകോൺട്രിയോണ്. 25, കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് ഏതാ? മൈറ്റോകോൺട്രിയോൺ അല്ലേ, മൈറ്റോകോൺട്രിയോൺ ആണ്. 26, കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്?
കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാ? എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. തിയോഡർ ഷ്വാനുമാണ്. 27 നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സിദ്ധാന്തം രൂപീകരിച്ചതാരാണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന സിദ്ധാന്തം രൂപീകരിച്ചത് ആരായിരുന്നു? റുഡോൾഫ് വിർഷോയാണ്. 28 ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? തിയോഡർ ഷ്വാന്. 29 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? എം ജെ ശ്ലീട്ടന്. 30 കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കോശകേന്ദ്രം കണ്ടെത്തിയിട്ട് അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ ആരാ? റോബർട്ട് ബ്രൗൺ ആണ്. ഏത് വർഷമായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു 1831. 1831 കോശകേന്ദ്രം കണ്ടെത്തുന്നത്. എന്നിട്ട് അതിനെന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആര്? റോബർട്ട് ബ്രൗണ്. ഇനി ലളിതമായ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആരായിരുന്നു? റോബർട്ട് ഹുക്കാണ്. 32 മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗം ഏതാണ്? മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗം ഏതാ? ഫൈൻ ഫോക്കസ് ആണ്. ഓപ്ഷൻ സി ഫൈൻ ഫോക്കസ്. 33 കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? റോബർട്ട് ബ്രൗൺ. 34 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാ? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരായിരുന്നു? എം ജെ ശ്ലീട്ടന്. 35 റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷിച്ചത് ഏത് വസ്തുവിലാണ്? കോർക്കിലാണ്. 36 ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? റോബർട്ട് ഹുക്കാണ്. 37 ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ ഏതാണ്? ഏതാ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. 38 മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരുന്ന ദർപ്പണങ്ങൾ ഏതൊക്കെയാണ്? ഉപയോഗിച്ചിരുന്ന ദർപ്പണങ്ങൾ ഏതൊക്കെയാ? സമതല ദർപ്പണവും കോൺകേവ് ദർപ്പണവുമാണ്. ഇനി 39ാമത്തെ ചോദ്യം, ജീവികളുടെ വിവിധ ഘടനാ തലങ്ങൾ തന്നിരിക്കുന്നു, ഇതിൻ്റെ ശരിയായ ക്രമം കണ്ടെത്തുക. ജീവികളുടെ വിവിധ ഘടനാ തലങ്ങൾ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ശരിയായ ക്രമം കണ്ടെത്താൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും? ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയാകുന്നു, തന്മാത്ര കോശാംഗം, കോശാംഗം കോശമാകുന്നു. അപ്പോൾ ഏതാ വരിക ആൻസർ? ആറ്റം, തന്മാത്ര, കോശാംഗം കോശമാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി 40ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നതിൽ പാരൻ കൈമയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? തെറ്റായ പ്രസ്താവന അല്ലാത്തത്. 1 ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നു. 2 സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. 3 പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. 4 മൂലകളിൽ കട്ടി കൂടിയ കോശഭിത്തിയുള്ള കോൺകോശങ്ങൾ കാണപ്പെടുന്നു. ഇതിൽ പാരൻ കൈയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റല്ലാത്ത പ്രസ്താവന, അതായത് ശരിയായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാ അപ്പോൾ പാരൻ കൈമയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ? 1 ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നു, ശരിയാണ്. 2 സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നതാരാ? കോളൻ കൈമയാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 3 പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു, ശരിയാണ്. പ്രകാശ സംശ്ലേഷണത്തിന് പാരൻ കൈമ സഹായിക്കുന്നുണ്ട്, ശരിയാണ്.
4 മൂലകളിൽ കട്ടി കൂടിയ കോശഭിത്തിയുള്ള കോശാംഗങ്ങൾ കാണപ്പെടുന്നു. ശരിയാണോ? തെറ്റാണല്ലേ. മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ കാണുന്നത് എവിടെയാ? അത് കോളൻ കൈമയിൽ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയേ ശരിയുള്ളൂ? 1ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. 41 ചുവടെ തന്നിരിക്കുന്നതിൽ സങ്കീർണ കല ഏതാണ്? തന്നിരിക്കുന്നതിൽ ഒരു സങ്കീർണ കല ഏതാണ്? ഏതാ? ഫ്ലോയമാണ്. ഓപ്ഷൻ സി ഫ്ലോയമാണ്. 42 തന്നിരിക്കുന്നതിൽ മെരിസ്റ്റമിക കലകളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? മെരിസ്റ്റമിക കലകളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? 1 കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി, 2 കട്ടി കൂടിയ ദ്വിതീയ ഭിത്തി, 3 കൂടുതൽ കോശദ്രവ്യം, 4 താരതമ്യേന ചെറിയ മർമ്മം. ഇതിൽ മെരിസ്റ്റമിക കലകളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഏതൊക്കെയാ മെരിസ്റ്റമിക കലകളുടെ സവിശേഷത അല്ലാത്തത്? 1 കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി, അതിൻ്റെ സവിശേഷതയാണ്. കട്ടി കൂടിയ ദ്വിതീയ ഭിത്തി, തെറ്റാണ്. 2 കൂടുതൽ കോശദ്രവ്യം, ശരിയാണ്. താരതമ്യേന ചെറിയ മർമ്മം, അതും തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ് കേട്ടോ. 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 43 സസ്യങ്ങളുടെ ത്വരിതഗതിയുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന കലകൾ ഏതാണ്? സസ്യങ്ങളുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന കലകൾ ഏതാ? മെരിസ്റ്റമിക കലകളാണ് അല്ലേ. മെരിസ്റ്റമിക കലകളാണ്. 44 സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലകൾ ഏതാണ്? സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലകൾ ഏതാണ്? ഏതാ? ആവരണ കലയാണ് കേട്ടോ. ഓപ്ഷൻ സി ആവരണ കല. 45 ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് യോജക കലയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. യോജക കലയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന: 1 മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. 2 വൃക്കകളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് നാരുകലകളാണ്. 3 പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. 4 അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളാണ്. ഇതിൽ യോജക കലയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാ? ശരിയായ പ്രസ്താവന: 1 മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, ശരിയാണ്. വൃക്കകളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകലയാണ്. 3 പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് തന്നെയാണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ വരിക. 46ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ യോജക കല അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ യോജക കല അല്ലാത്തത് ഏതാണ്? ടെൻഡനുണ്ട്, പേശികലയുണ്ട്, നാരുകലയുണ്ട്, അസ്ഥികളുണ്ട്. ഏതാ? പേശികലയാണ് കേട്ടോ. പേശികല. അപ്പോൾ യോജകലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ടെൻഡന്, നാരുകല, അസ്ഥികല. 47 വിത്തുകോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. വിത്തുകോശവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന: 1 ഏത് കോശമായിട്ട് മാറാനുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തുകോശം. 2 മൂലകോശങ്ങളെന്നും വിത്തുകോശം അറിയപ്പെടുന്നു. 3 ലഘുവായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ വിത്തുകോശങ്ങൾ മറ്റ് കോശങ്ങളായിട്ട് മാറുന്നു. 4 വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റ് കോശങ്ങളായി മാറാനുള്ള കഴിവ് മാത്രമാണുള്ളത്. ഇതിൽ വിത്തുകോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാ തെറ്റായ പ്രസ്താവനകൾ? 1 ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തുകോശം, ശരിയാണ്. മൂലകോശങ്ങളെന്നും വിത്തുകോശങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ലഘുവായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ വിത്തുകോശങ്ങൾ മറ്റ് കോശങ്ങളായിട്ട് മാറുന്നു, തെറ്റാണ്. എന്താ അപ്പോൾ ആൻസർ? അതായത് ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് ഇത് വിത്തുകോശങ്ങൾ മറ്റ് കോശങ്ങളായിട്ട് രൂപപ്പെടുന്നത്. ലഘുവായിട്ടല്ല, ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് ഇത് വിത്തുകോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് രൂപപ്പെടുന്നത്. ഈ 4ാമത്തെ പ്രസ്താവന വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറുവാനുള്ള കഴിവ് മാത്രമാണുള്ളത്, തെറ്റാണല്ലേ. അതെന്താ? വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറാനോ അതുപോലെ വിത്തുകോശങ്ങൾ തന്നെയായിട്ട് തുടരാനുള്ള കഴിവുണ്ട്. അപ്പോൾ 4ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ശരിയാണോ തെറ്റാണോ പറഞ്ഞത്? തെറ്റായ പ്രസ്താവനകൾ അവർ. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റ്? 3ഉം 4ഉം ആണ് എന്ത്? തെറ്റായ പ്രസ്താവനകൾ. 48ാമത്തെ ചോദ്യം കോശവൈവിധ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക.
ശരിയായ പ്രസ്താവനകളാണ്. ഒന്ന്, സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് മനുഷ്യ ശരീരം. വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് സിക്താണ്ഡം. 3, ഭാഗികമായിട്ട് വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ് ഭ്രൂണകോശങ്ങൾ. 4, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ ഇവ പൂർണ്ണമായിട്ടും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ ശരിയായ പ്രസ്താവനകൾ? ഒന്ന്, സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ശരിയാണ്. വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണേത്? സിക്താണ്ഡം. ഭാഗികമായിട്ട് വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണേത്? ഭ്രൂണകോശങ്ങൾ. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ ഇവ പൂർണ്ണമായിട്ടും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ്. 4 പ്രസ്താവനകൾ എന്താ? ശരിയായതാണ്. 49, ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താ? കോശങ്ങളാണ് അല്ലേ? കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി 50, ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകൾ ഏതാണ്? ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകൾ ഏതാ? ഫ്ലോയമാണ്. ഓപ്ഷൻ ബി ഫ്ലോയമാണ്. 51ാമത് ചോദ്യം, വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന കലകൾ ഏതാണ്? വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന കലകൾ ഏതാ? സൈലമാണ് അല്ലെ? ഓപ്ഷൻ ബി സൈലമാണ്. 52ാമത്തെ ചോദ്യം, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ ഏതാണ്? ഏതാ? യോജക കലകളാണ്. ഓപ്ഷൻ എ യോജക കലകൾ. 53, കണ്ണുകളുടെയും വൃക്കകളുടെയും യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? ഏതാ? നാരുകലകളാണ് അല്ലെ? ഓപ്ഷൻ എ നാരുകലകൾ. 54, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലകൾ ഏതാണ്? അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? അസ്ഥികളെയും ബന്ധിപ്പിക്കാൻ ഏതാ? സ്നായുക്കളാണ് അല്ലെ? ഓപ്ഷൻ ബി സ്നായുക്കൾ. 55, പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാ? ടെൻഡനുകളാണ്. ഓപ്ഷൻ ഡി ടെൻഡനുകൾ. 56, ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകൾ ഏതാണ്? ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകൾ ഏതാ? നാരുകല. ഓപ്ഷൻ സി നാരുകല. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകളാണേത്? നാരുകല. 57, ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന യോജക കല ഏതാണ്? ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന യോജക കല ഏതാ? അസ്ഥിയും തരുണാസ്ഥിയുമാണ് കേട്ടോ. അസ്ഥിയും തരുണാസ്ഥിയും. 58, മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവക്ക് താങ്ങായിട്ട് വർത്തിക്കുകയോ ചെയ്യുന്ന കലകളെ അറിയപ്പെടുന്നത് എന്താണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവക്ക് താങ്ങായിട്ട് വർത്തിക്കുകയോ ചെയ്യുന്ന കലകളെ പറയുന്നത് എന്താ? യോജക കലകൾ എന്നാട്ടോ. ഓപ്ഷൻ സി യോജക കലകൾ. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവക്ക് താങ്ങായിട്ട് വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് ഇത്? യോജക കലകൾ. 50 59ാമത്തെ ചോദ്യം, സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയിൽ കാണപ്പെടുന്ന സസ്യകല ഏതാണ്? സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയിൽ കാണപ്പെടുന്ന സസ്യകല ഏതാണ്? ഏതാ? സ്ക്ലീറൻ കൈമയാട്ടോ. സ്ക്ലീറൻ കൈമ. ഓപ്ഷൻ സി സ്ക്ലീറൻ കൈമ. 60, ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാണ്? ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാ? ഫ്ലോയമാണ് അല്ലെ? ഓപ്ഷൻ ബി ഫ്ലോയം. 61, വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാണ്? വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാ? സൈലമാണ്. ഓപ്ഷൻ എ സൈലം. 62, സസ്യത്തിൻ്റെ സംവഹന കലകൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സസ്യത്തിൻ്റെ സംവഹന കലകൾ
ഏതാ? സൈലവും ഫ്ലോയവുമാണ് അല്ലേ. സസ്യത്തിൻ്റെ സംവഹന കലകളാണ് ഏത്? സൈലവും ഫ്ലോയവും. 63 സസ്യത്തിലെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശം ഏതാണ്? സസ്യത്തിലെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശം ഏതാ? സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ. സസ്യത്തിലെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശമാണ് ഏത്? സ്ക്ലീറൻ കൈമ. 64 സസ്യഭാഗങ്ങളെ താങ്ങി നിർത്തുന്ന സസ്യകല ഏതാ? സസ്യഭാഗങ്ങളെ താങ്ങി നിർത്തുന്ന സസ്യകല ഏതാ? കോളൻ കൈമയാണ് കേട്ടോ. കോളൻ കൈമ. സസ്യഭാഗങ്ങളെ താങ്ങി നിർത്തുന്ന സസ്യകലകളാണ് ഇത്? കോളൻ കൈമ. 65 പാരൻ കൈമയുടെ ധർമ്മം എന്താണ്? പാരൻ കൈമയുടെ ധർമ്മം എന്താ? പ്രകാശ സംശ്ലേഷണവും ആഹാര സംഭരണവുമാണ്. ഓപ്ഷൻ ഡി, പ്രകാശ സംശ്ലേഷണവും ആഹാര സംഭരണവും. പാരൻ കൈമയുടെ ധർമ്മമാണ് പ്രകാശ സംശ്ലേഷണവും ആഹാര സംഭരണവും. 66 മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണുന്ന കോശം ഏതാണ്? മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശഭാഗം ഏതാ? പാരൻ കൈമയാണ്. ഓപ്ഷൻ ബി, പാരൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശമാണ് ഏത്? പാരൻ കൈമ. 67 താഴെ തന്നിരിക്കുന്നതിൽ കാലാവസ്ഥാ മാറ്റ പ്രതിസന്ധിയെ മറികടക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ കാലാവസ്ഥയുടെ മാറ്റത്തെ അല്ലെങ്കിൽ പ്രതിസന്ധിയെ, കാലാവസ്ഥയും മാറിയിട്ടുണ്ടാകുന്ന പ്രതിസന്ധിയെ മറികടക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? 1 ശാസ്ത്രീയ വളപ്രയോഗം, 2 പോളി ഹൗസ് ഫാമിംഗ്, 3 ഹൈഡ്രോപോണിക്സ്, 4 ജൈവ മാലിന്യ സംസ്കരണം. അതായത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൃഷിയെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ തടയാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? 1 ശാസ്ത്രീയ വളപ്രയോഗം ഇതിനെ ബാധിക്കുമോ? കാലാവസ്ഥ മാറ്റിയെ നമുക്ക് മറികടക്കാൻ കഴിയുമോ? കഴിയില്ല അല്ലേ. 2 പോളി ഹൗസ് ഫാമിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാലാവസ്ഥ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും. ഹൈഡ്രോപോണിക്സ് കഴിയുമോ? ഹൈഡ്രോപോണിക്സും നമുക്ക് കഴിയുന്നതാണ്. ജൈവ മാലിന്യ സംസ്കരണം നമുക്ക് പറ്റൂല. അപ്പോൾ ഏതൊക്കെയുള്ളൂ? 2ഉം 3ഉം കേട്ടോ. പോളി ഹൗസ് ഫാമിങ്ങും അതേപോലെ ഹൈഡ്രോപോണിക്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാലാവസ്ഥ പ്രതിസന്ധിയെ ഒരു വിധത്തിൽ മറികടക്കാൻ കഴിയുന്നതാണ്. 68 മുഗ, ടസർ ഇവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുഗ, ടസർ എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി ബന്ധപ്പെട്ടതാ? സെറികൾച്ചറിലെ പട്ടുനൂൽ കൃഷി, മുഗ സിൽക്ക്, ടസർ സിൽക്ക് എന്നൊക്കെ നമ്മൾ അറിയണം അല്ലേ. അപ്പോൾ മുഗയും ടസറൊക്കെ എന്താ? സെറികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? മുഗയും ടസറും ഒക്കെ. ഇനി 69 കീടങ്ങളെ അകറ്റാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കീടങ്ങളെ അകറ്റാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ് കണ്ടെത്താം. 1 അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കീടങ്ങളെ അകറ്റുക. 2 വികിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആൺകീടങ്ങളുടെ പ്രജനന ശേഷി നഷ്ടപ്പെടുത്തുക. 3 ഫിറമോൺ കെണിയൊർക്കുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇതിലേതൊക്കെയാണ് ആധുനിക സാങ്കേതിക വിദ്യ? നമ്മൾ കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ്? 1 അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാം നമുക്ക്. അതുപോലെ വികിരണങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്താം. അതുപോലെ ഫെറമോൺ കെണിയും. അപ്പോൾ ഇതൊക്കെ എന്ത് തന്നെയാണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഗമാണ്. ഇനി 70ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ മണ്ണില്ലാതെയുള്ള കൃഷി രീതികൾ ഏതൊക്കെയാണ്? മണ്ണില്ലാതെയുള്ള കൃഷി രീതികൾ. 1 പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, പോളി ഹൗസ് ഫാമിംഗ് ഉണ്ട്, എയറോപോണിക്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികൾ? ഏതൊക്കെയാ? ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും അല്ലേ. ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ആണ് എന്ത്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികൾ. അപ്പോൾ 2ഉം 4ഉമാണ്. ഇനി 71 പോളി ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? പോളി ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1 സുതാര്യമായ ഷീറ്റുകൾ കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മറച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ്. 2 വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നു. 3 സസ്യവളർച്ച വേഗത്തിലാക്കുന്നു. 4 താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പോളി ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് പോളി ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയായത്? 1 സുതാര്യമായ ഷീറ്റുകൾ കൊണ്ട് കൃഷിസ്ഥലം
പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മറച്ചു നൽകുന്ന സംവിധാനമാണ്, ശരിയാണ്. പിന്നെ വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ചിരുന്നതും തുള്ളി നനയിലൂടെ നൽകുന്നു. പിന്നെ സസ്യ വളർച്ച വേഗത്തിലാക്കുന്നു. താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നു. ഇതൊക്കെ എന്ത് തന്നെയാണ്? പോളിഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായതാണ്. ഇനി 72 ശരിയായ ജോഡി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പട്ടുനൂൽ കൃഷി, മത്സ്യകൃഷി, തേനീച്ച കൃഷി, മുയൽ കൃഷി. അതിന് പറയുന്ന പേരുകൾ എപ്പികൾച്ചർ, ക്യൂണിക്കൾച്ചർ, പിസിക്കൾച്ചർ, സെറികൾച്ചർ. അപ്പോൾ ശരിയായ ജോഡി കണ്ടുപിടിക്കുക. ഏതാ വരിക? പട്ടുനൂൽ കൃഷിക്ക് എന്താ പറയുക നമ്മൾ? സെറികൾച്ചർ എന്ന് പറയില്ലേ? സെറികൾച്ചറാണ് ഇത് പട്ടുനൂൽ കൃഷി. ഇനി മത്സ്യകൃഷിക്ക് എന്താ പറയുക? പിസിക്കൾച്ചർ അല്ലേ? പിസിക്കൾച്ചർ മത്സ്യകൃഷി. തേനീച്ച കൃഷിക്ക് എന്താ പറയുക? ക്യൂണിക്കൾച്ചർ അല്ലേ? തേനീച്ച കൃഷിക്ക് നമ്മൾ എപ്പികൾച്ചർ എന്നല്ലേ? എപ്പികൾച്ചർ എന്ന് പറയും. മുയൽ കൃഷിക്ക് നമ്മൾ എന്ത് പറയും? ക്യൂണിക്കൾച്ചർ. അപ്പോൾ പട്ടുനൂൽ കൃഷിക്ക് സെറികൾച്ചർ, മത്സ്യകൃഷി പിസിക്കൾച്ചർ, തേനീച്ച കൃഷി എപ്പികൾച്ചർ, മുയൽ കൃഷിയെ നമ്മൾ ക്യൂണിക്കൾച്ചർ എന്ന് പറയും. 1 4 2 3 3 1 ഓപ്ഷൻ ബി ആണല്ലേ വരിക? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 73 തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏതാന്ന് കണ്ടെത്തുക. അതുല്യ, ഗ്രാമലക്ഷ്മി, ബോബ് വൈറ്റ്, വൈറ്റ് ലഗോണ്. തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? അതുല്യ, ഗ്രാമലക്ഷ്മി, ബോബ് വൈറ്റ്, വൈറ്റ് ലഗോണ്. ഏതാ? ബോബ് വൈറ്റ് ആണല്ലേ? ബോബ് വൈറ്റ്. ബാക്കിയൊക്കെ എന്താ? കോഴിയുടെ പിന്നെ ശങ്കരീനങ്ങളാണ് അല്ലേ? ബോബ് വൈറ്റ് എന്തല്ല? കോഴിയുടെ ശങ്കരീനമല്ല. ഇനി 74 ചുവടെ തന്നിരിക്കുന്നതിൽ താറാവിനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1 ഗ്രാമലക്ഷ്മി, മസ്കോവി, ഐൽസ്ബെറി, വൈറ്റ് പെക്കിൻ. തന്നിരിക്കുന്നതിൽ താറാവിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാ? ഗ്രാമലക്ഷ്മി കോഴിയാണല്ലേ? അപ്പോൾ അത് തെറ്റി. മസ്കോവി ഉണ്ട്, ഐൽസ്ബെറി ഉണ്ട്, വൈറ്റ് പെക്കിൻ ഉണ്ട്. ഇവ മൂന്നും എന്താണ്? താറാവ് ഇനങ്ങളാണ്. അപ്പോൾ 1 2 3 4. 75 ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. പശു നീലിരകി, എരുമ ബോയർ, ആട് തലശ്ശേരി, എരുമ ബദാവരി. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ ശരിയായ ജോഡികൾ? പശു നീലിരകി തെറ്റാണ് അല്ലേ? തെറ്റാണ്. എരുമ ബോയർ തെറ്റാണ്. ആട് തലശ്ശേരി ശരിയാണ്. എരുമ ബദാവരിയും ശരിയാണ്. ഏതൊക്കെ ശരിയുള്ളൂ? 3 4 മാത്രമേ എന്തുള്ളൂ ശരിയായ ജോഡികളുള്ളൂ. ഇനി 76 താഴെ തന്നിരിക്കുന്നതിൽ ക്യൂണിക്കൾച്ചറിൽ രോമത്തിനായിട്ട് വളർത്തുന്ന ജീവി ഏതാണ്? തന്നിരിക്കുന്നതിൽ ക്യൂണിക്കൾച്ചറിൽ രോമത്തിനായിട്ട് വളർത്തുന്ന ജീവി ഏതാണ്? ഏതാ? അങ്കോറയാണ്. ഓപ്ഷൻ എ അങ്കോറ. 77 ചുവടെ തന്നിരിക്കുന്നതിൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കൃഷിരീതി ഏതാ? തന്നിരിക്കുന്നതിൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കൃഷിരീതി ഏതാ? ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. HEIA. HEIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ കേട്ടോ. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറിൽ, അതായത് വിത്തും വളങ്ങളും എല്ലാം എന്ത് ചെയ്യുക? പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറിൽ. ഇത് വിമർശിക്കാൻ കാരണം, അതായത് ആരോഗ്യത്തെയും പരിസ്ഥിതിയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നതിൻ്റെയും അതുപോലെ വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ വിമർശിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇത് ഈ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ആരോഗ്യത്തെയും പരിസ്ഥിതിയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കൃഷി രീതി എന്ന് അറിയപ്പെടുന്നത്. ഇനി 78 IPMൻ്റെ പൂർണ്ണ രൂപം എന്താണ്? IPMൻ്റെ പൂർണ്ണ രൂപം എന്താണ്? എന്താ IPMൻ്റെ? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ് കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. 80ാമത്തെ ചോദ്യം, മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാ? കുമിളുകൾ, ചിതള്, ബാക്ടീരിയ. ഇതൊക്കെ എന്ത് തന്നെയാണ്? മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നവയാണ്. ഏതൊക്കെയാ? കുമിള്, ചിതള്, ബാക്ടീരിയ. 81 മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ജലസസ്യം ഏതാണ്? മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജലസസ്യം ഏതാണ്?
ഏതാ അസോളയാട്ടോ, അസോള. മണ്ണിൽ നൈട്രജന്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജലസസ്യമാണേത്, അസോള. 82 പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാല എന്നറിയപ്പെടുന്നത് ഏതാ, പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാല എന്നറിയപ്പെടുന്നത് ഏതാ, ഇലയാണ് കേട്ടോ, ഇലയാണ്. 83 വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്താ, വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയിട്ട് പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതി ഏതാ, എയറോപോണിക്സ് ആണ് കേട്ടോ, എയറോപോണിക്സ്. 84 ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയെ പറയുന്നത് എന്താ, ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയെ പറയുന്നത് എന്താ, ഹൈഡ്രോപോണിക്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, ഹൈഡ്രോപോണിക്സ്. 85 കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയെ പറയുന്നത് എന്താണ്, കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയെ പറയുന്നത് എന്താ പറയാറ്, അങ്ങനെയുള്ളതിന് അതിനാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഏതാ, പ്രിസിഷൻ ഫാമിംഗ്. 86 പോളിത്തീൻ പോലെയുള്ള സുതാര്യമായ ഷീറ്റുകൾ കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് ഡാഷ്. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റുകൾ കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനത്തെ പറയുന്നത് എന്താ, അതിനെ പറയുന്നതാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലേ, പോളി ഹൗസ് ഫാമിംഗ്. 87 മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ്, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികളാണ് ഏതൊക്കെ, ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും, ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. 88 ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതി ഏതാണ്, ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതി ഏതാ, ഹൈഡ്രോപോണിക്സ് അല്ലെ, ഹൈഡ്രോപോണിക്സ്. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഇത്, ഹൈഡ്രോപോണിക്സ്. 89 പട്ടുനൂൽ പുഴു കൃഷി അറിയപ്പെടുന്നത് എന്താണ്, പട്ടുനൂൽ പുഴു കൃഷി അറിയപ്പെടുന്നത് എന്താ, സെറികൾച്ചർ ആണ് അല്ലെ, ഓപ്ഷൻ സി, സെറികൾച്ചർ. 90 ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നതിനെ പറയുന്നത് എന്താണ്, ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നതിനെ പറയുന്നത് എന്താ, പിസ്സികൾച്ചർ ആണ് അല്ലെ, പിസ്സികൾച്ചർ. 91 വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ കൃഷി ചെയ്യുന്ന രീതിയെ പറയുന്നത് എന്താണ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ കൃഷി ചെയ്യുന്ന രീതി എന്താ അറിയാറ്, ഫ്ലോറികൾച്ചർ കേട്ടോ, ഫ്ലോറികൾച്ചർ. 92 തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താ, തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താ, എപ്പികൾച്ചർ അല്ലെ, ഓപ്ഷൻ സി, എപ്പികൾച്ചർ. 93 മുയൽ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താ, മുയൽ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താ, കൂണികൾച്ചർ, ഓപ്ഷൻ ഡി, കൂണികൾച്ചർ. 94 കൂൺ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താ, കൂൺ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താ, മഷ്റൂം കൾച്ചർ അല്ലെ, ഓപ്ഷൻ ബി, മഷ്റൂം കൾച്ചർ. 95 പഴം പച്ചക്കറി കൃഷിയുടെ ശാസ്ത്രീയ നാമം, പഴം പച്ചക്കറി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താ, ഹോർട്ടികൾച്ചർ, ഓപ്ഷൻ ബി, ഹോർട്ടികൾച്ചർ. 96 മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താ, മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താ, വിറ്റികൾച്ചർ, ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി, വിറ്റികൾച്ചർ. 97 മൾബറി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താ, മൾബറി കൃഷിയുടെ ശാസ്ത്രീയ നാമം മോറികൾച്ചർ ആണ്, മോറികൾച്ചർ. 98 പച്ചക്കറി കൃഷിയുടെ ശാസ്ത്രീയ നാമം, പച്ചക്കറി കൃഷിയുടെ ശാസ്ത്രീയ നാമമാണ് ഒലേറികൾച്ചർ അല്ലേ, ഒലേറികൾച്ചർ. 99 വനസസ്യങ്ങൾ, വനവിഭവം എന്നിവയുടെ സംരക്ഷണം അറിയപ്പെടുന്നത് എന്താണ്, വനസസ്യങ്ങൾ, വനവിഭവം എന്നിവയുടെ സംരക്ഷണം അറിയപ്പെടുന്നത് എന്താ, സിൽവികൾച്ചർ ആണ്, ഓപ്ഷൻ ഡി, സിൽവികൾച്ചർ. 100 ഒരു പൂർണ്ണ പരാത സസ്യം ഏതാണ്, തന്നിരിക്കുന്നതിൽ ഒരു പൂർണ്ണ പരാത സസ്യത്തിന് ഉദാഹരണം ഏതാ, മൂടില്ലാത്താളിയാണ്, ഓപ്ഷൻ ഡി, മൂടില്ലാത്താളി. 101 ഒരു നാടൻ കന്നുകാലീനം ഏതാണ്, തന്നിരിക്കുന്നതിൽ ഒരു നാടൻ കന്നുകാലീനത്തിന് ഉദാഹരണം ഏതാ, വെച്ചൂർ പശുവാണ്.
102 കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാ? കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് കേട്ടോ, അൾട്രാസോണിക് തരംഗങ്ങൾ. 103 സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് അറിയപ്പെടുന്നത് എന്താ? സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതി ഏതാ? സെറികൾച്ചറാണ്. ഓപ്ഷൻ ബി സെറികൾച്ചർ. 104 വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ? ഫ്ലോറികൾച്ചർ അല്ലേ? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന രീതിയാണ് ഏത്? ഫ്ലോറികൾച്ചർ. 105 ശാസ്ത്രീയമായിട്ട് കൂണ് വളർത്തുന്നതിനെ പറയുന്നത് എന്തായിരുന്നു? കൂണ് വളർത്തുന്നതിന് മഷ്റൂം കൾച്ചർ. ഇനി പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ എന്താ പറഞ്ഞത്? പഴം പച്ചക്കറി ആണെങ്കിൽ ഹോർട്ടികൾച്ചർ. ഓപ്ഷൻ ഡി ഹോർട്ടികൾച്ചർ എന്നാണ്.